ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കാണ്. ഇന്ന് ഭക്തി നിർഭരമായ ഒരു യാത്രയാണ് ഹലോ മുംബൈയിൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളുടെ സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. Powered by Acorn Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. ഉയരുണരും പാളങ്ങൾ നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്തിരുന്ന ആത്മീയ യാത്രയുടെ തുടർഭാഗത്തിലേക്ക്. വിഠല 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 ഹരി ഓം വിഠല, വിഠല 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 ഹരി ഓം വിഠല. मैंने सुना कि ये रिंगन मतलब क्या होता है? इसका एक रिंगन मतलब एक दर्शन 16 होता है बड़ा, कि जब जब जैसे जैसे वो पंढरपुर के बाजू में चले जाते हैं, नजदीक चले जाते हैं, तो ये जो जितने भी वारकरी रहते हैं एक रिंगन डालते हैं बड़ा आदमी लोगों का, और बीच में एक रास्ता छोड़ते हैं. उसके अंदर एक भगवान का एक हॉर्स होता है, घोड़ा बोलते हैं उसको. वो भगवान का ध्वज लेके उसको भगवान ध्वज लगा के वो घोड़ा रिंगन करता है, भागते रहता है. ഇവരെന്തെന്ന് വെച്ചാൽ ഇവരിത് നിർത്തിയതിനു ശേഷം ഒരു സ്ഥലത്ത് റൗണ്ടിൽ അല്ലെ ആൾക്കാരെല്ലാം കൂടെ നിൽക്കും. അവിടെ അശ്വം, അതായത് നമ്മുടെ കുതിര അല്ലെ, കുതിര എന്ന് പറഞ്ഞാൽ കൊടി എടുത്തിട്ട് ഓടും. ഇത് പറയുന്നത് ഈ ദൈവത്തിന്റെ അല്ലെ ഈ പറഞ്ഞ സന്യാസിയുടെ ആത്മാവ് ഈ കുതിരയിലുണ്ട് എന്നുള്ളതാണ് പറയണത്. ഈ കുതിര കൂടുന്ന സ്ഥലത്തിലൊക്കെ മണ്ണെടുത്തിട്ട് ഇവര് തൊടും. അത് വളരെ പവിത്രമായിട്ടാണ് കാണുന്നത്. ഒരുപാട് വിശ്വാസങ്ങളും ഇതൊക്കെ അടങ്ങിയ ഒരു വലിയ സ്ഥലമാണ് മഹാരാഷ്ട്ര അല്ലെ. പ്രത്യേകിച്ച് ഈ പണ്ഡർപൂരിൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഇത് यूनेस्को में भी इसका बारे में कुछ ये हुआ था. हाँ, यूनेस्को में भी इसके बारे में दखल किया था कि इतना बड़ा जो वारी निकलता है, ये वर्ल्ड में एक ही जगह पे निकलता है, वो महाराष्ट्र में, जो पूना से लेके पंढरपुर तक चली जाती है. और इतना डिसिप्लिन वारी रहती है कि इसको कुछ करने की जरूरत भी नहीं है, मतलब पुलिस की भी संरक्षण की भी जरूरत नहीं होती. और ये लोग जब वारी स्टार्ट होती है, वारी स्टार्ट होने के पहले यहाँ पे मतलब नेचर का रूल है कि बारिश आना ही आना है. बारिश आता ही है, उसके बाद मतलब पालकी जहाँ जहाँ पे चलती जाती है, बारिश वहाँ पे चला जाता है. അതായത് പറയണമെന്ന് വെച്ചാൽ ഇത് ദൈവത്തിന്റെ അനുഗ്രഹം ഇങ്ങനെയാണ്. അതായത് ഈ വാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വാരികൾ വാർക്കാരികൾ എന്ന് പറഞ്ഞാൽ, വാരി എന്ന് പറഞ്ഞാൽ കാൽനടക്കാർ, അത് കർത്ത, അത് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് വാർക്കാരികൾ എന്ന് വിളിക്കുന്നത്. അതാണ് വാരികൾ എന്ന് പറയുന്നത്. അതാണ് മറാഠി വാക്കാണത്. അപ്പം ഇവർ പോയി കഴിഞ്ഞുള്ള സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മഴ പെയ്യും. മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഏരിയ അല്ലെ ക്ലിയർ ആക്കി ശുദ്ധമാക്കി എന്നുള്ള. പക്ഷെ ഇപ്പൊ ഒക്കെ PMC ആയിക്കോട്ടെ, PCMC ആയിക്കോട്ടെ, അവരെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുള്ള പോലീസുകാരും ആൾക്കാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഉണ്ടെങ്കിലും ദൈവികം ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് മഴ പെയ്ത് അതിനെ വൃത്തിയാക്കി ശുദ്ധമാക്കി ആ നാട് തിരിച്ചവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ये एक्चुअली ये साल पुणे में रेड अलर्ट है. हाँ, और आलंदी में का ब्रिज पूरा पानी के नीचे है. ये साल में इतना ज्यादा बारिश हुआ, इंटेंसिव बारिश हुआ था आलंदी देवो में, तो आलंदी के जितने भी ब्रिज थे पानी के नीचे थे. तो ये टाइम पे बोला गया था कि लोगों को कि आप डायरेक्ट वारकरी लोगों को बोला गया था आप डायरेक्ट बॉम्बे पुणे में पहुंचो, और वारी बाद में हेलीकॉप्टर से या कैसे भी पुणे से स्टार्ट हो जाएगा. बट ദൈവത്തിന്റെ നിശ്ചയം കൊണ്ട് बट भगवान की यही इच्छा थी कि जब तक वो कलश हिलता नहीं है तब तक मैं यहाँ से जाऊंगा नहीं, और उनके बिना भगवान चलता भी नहीं अकेला. അതായത് പറയണത് ഇപ്രാവശ്യം 20 വർഷത്തിന് ശേഷമാണ് ഇത്ര വെള്ളപ്പൊക്കം ഈ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ. നമ്മളെല്ലാം കണ്ടു കാണും അല്ലേ, എല്ലായിടത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റെഡ് അലേർട്ട് ആയിരുന്നു, യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട്. പക്ഷെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ മഴയെല്ലാം നിന്നു. അപ്പൊ ഇവരോട് ആദ്യം പറഞ്ഞിരുന്നത് ഇത് അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിക്കാം, നിങ്ങൾ എല്ലാവരും പൂനെയിൽ എത്തിച്ചു തരൂ, എന്നിട്ട് ഇവിടുന്ന് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പണ്ഡർപൂരിൽ എത്തിച്ചേരാന്ന് പറയുന്നു. പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ 2 ദിവസം മുമ്പ് തന്നെ വെള്ളം മുഴുവൻ അപ്രത്യക്ഷമായി.
ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മഴത്തുള്ളി പോലും ഇല്ല അല്ലേ? ഇതൊക്കെ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. है ना? ये सब है ना भगवान का। भगवान के कारण ही होता है ये। सही। और भगवान ने चाहा था कि बारिश अगर कितने भी आई, बट मेरे भक्तगण जब तक मेरे को लेके नहीं जाते तब हाँ। तक मैं इधर से हिलूंगा കലശം नहीं। हाँ। അതെ, അതായത് കലശം അനങ്ങണം, അനങ്ങിയെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ കലശവും അനങ്ങുള്ളൂ. അതെന്തൊക്കെയാലും ഈ വർഷവും വീണ്ടും അതേപോലെ തന്നെ കഴിഞ്ഞ 700 വർഷങ്ങൾ പോലെ തന്നെ കലശവും അനങ്ങി ഭക്തർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ ഇനിയും 20 ദിവസത്തിന് ശേഷം അവർ പണ്ഡർപൂരിൽ എത്തുകയും ചെയ്യും. दिंडी चालली विठुरायाच्या नगरी चालली. आज देवोर आनंदी से हमारी ये वारी है जो पंढरपुर जा रही है. आप देख रहे हैं लाखों से ज्यादा लोग वारी में जा रहे हैं. महिलाओं की संख्या भी बहुत ज्यादा है. हमारे यहाँ के शिव मल्हार के प्रतिष्ठार हमारे लाला भाऊ सोनवणे और उनकी पूरी टीम है. आप देख रहे हैं बहुत अच्छा तरह से नियोजन उन्होंने यहाँ जगह पर किया है. खाने की इंतजाम तो किया है, लेकिन महिलाओं के लिए सिक्योरिटी भी मिलना बहुत जरूरी है. तो पूरी की पूरी टीम यहाँ पे काम करी है. उन सबको मेरे तरफ से बहुत सारी शुभकामनाएं. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला. पांडुरंग विठ्ठला हरि ओम विठ्ठला. ഹലോ മുംബൈയിൽ ഒരു ചെറിയ ഇടവേളയാണ്. ദേഖ്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला. आपने बोलते हैं कि इसका कुछ ड्रेस कोड ऐसा कुछ है ड्रेस कोड अपना वही है, ट्रेडिशनल ड्रेस में आते, धोती कुर्ता में. അല്ലെ? അത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ? അതായത് മഹാരാഷ്ട്രിയൻസ് എന്ന് പറയുന്നത് അല്ലെ വൈറ്റ് കുർത്തയും ധോത്തി, പിന്നെ അവർക്ക് ഗാന്ധിയുടെ തൊപ്പി, गांधी टोपी. അല്ലെ? പക്ഷെ നമ്മുടെ ശബരിമല എങ്ങനെ വെച്ചാല് കറുപ്പ് മണിഞ്ഞ് അല്ലെ അയ്യനെ കാണാൻ പോകുന്നത്. ഇവിടെ അങ്ങനെ ഡ്രസ്സിന്റെ കാര്യത്തിലൊന്നുമില്ല. ഓർഡിനറി അവർക്ക് എന്താണോ ഇടാറുള്ളത് അവരത് തന്നെയാണ്. है ना? वही सेम ड्रेस है. यस. बट चप्पल नहीं पहनता है. चप्पल नहीं पहनता है. और जो वारी में जब चलते हैं तो भगवान विष्णु का सबसे प्रिय जो है वो तुलसी है. तुलसी भगवान विष्णु को बहुत प्रसन्न, मतलब लाइक करते मानता हैं. है. इसलिए ओके, वो जब जो लेडीज लोग जब चलते हैं तो अपने सर के ऊपर हाँ. तुलसी वृंदावन लेके चलते हैं. അതായത് അദ്ദേഹം പറയുന്നത് ഇവൊന്ന് തുളസി മാലയിടും, രണ്ടെന്ന് പറയുന്നത് തുളസിയുടെ ഇത് തലയിൽ വെച്ചിട്ടാണ് ഇവർ പോവുക. അതെന്താ വെച്ചാൽ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ് തുളസിയെ. ആ തുളസിയെ അവിടെ കൊണ്ടുപോയി ദൈവത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമെന്നുള്ളതാണ്. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला. पांडुरंग विठ्ठला हरि ओम विठ्ठला. ये पालकी है, इसमें ज्ञानेश्वर महाराज है, तुकाराम महाराज है. ये पूर्वजों का वारसा चल रहा है और ये पैदल चलते हैं पुणे से आलंदी से पंढरपुर तक. आप कितना दूर चलते हो? वड़की तक जाते हैं हम. आप सब लोग? हम सब लोग वड़के तक जाते हैं. क्या आपको उधर तक जाने के लिए कभी मन नहीं हुआ क्या? नहीं लगता है ना, लेकिन परिवार छोड़ के तो नहीं जा सकते ना. 20 दिन का ऊपर लगता है. यस यस, इसलिए बुढ़ापे में जाएंगे. ഈ യാത്ര എന്ന് പറയുന്നത് ഇതൊരു മതാചാരം മാത്രമല്ല. കാരണം ഇത് ജാതി, മത, ഭാഷ, സാമ്പത്തിക വ്യത്യാസങ്ങൾക്ക് അപ്പുറത്താണ്. കാരണം ഏവരെയും ഒരുമിപ്പിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഉത്സവമാണിത്. ഇവര് മൗളി മൗളി എന്ന ഭക്തിദാനം മുഴങ്ങുമ്പോൾ മഹാരാഷ്ട്രയുടെ ആത്മാവ് തന്നെ ഈ യാത്രയിൽ സജീവമാകുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. संत ज्ञानेश्वर महाराज को जो उनको गुरु दीक्षा जो दिए, उनके जो बड़े भाई थे संत निवृत्तिनाथ महाराज. संत निवृत्तिनाथ महाराज से उनको दीक्षा मिली. संत निवृत्तिनाथ महाराज जो है वो त्र्यंबकेश्वर में है. अच्छा, तो ये जो पालकी जब ये निकलती है, त्र्यंबकेश्वर मतलब हम नासिक नासिक के बाजू में जो त्र्यंबकेश्वर है वहीं से पालकी उनकी स्टार्ट होती है. जब ये चारों भाई थे, संत ज्ञानेश्वर,
संत निवृत्तिनाथ ये सबसे बड़े भाई थे, संत सोपान महाराज जो सबसे छोटे भाई थे, और एक मुक्ताई करके उनकी सिस्टर थी। तो यहाँ से जब पालकी निकलती है, जब पूना में आती है, तो पूना में संत ज्ञानेश्वर के पालकी के साथ सासवड़ में जाके उनके छोटी भाई की पालकी भी उनके साथ ऐड हो जाती है। അതായത് മറ്റുള്ള പാൽക്കികളിലൂടെ അല്ലെ ഇതിനൊപ്പം ചേരും. ഓക്കെ. और वहां से शेगांव से गजानन महाराज की भी पालकी आती है। ऐसे पूरे महाराष्ट्र में से पालकी सब इकट्ठा होती है एकादशी के दिन पे पंढरपुर में। ये जो पालकी की जो परंपरा है इतनी पुरानी है, ये छत्रपति शिवाजी महाराज के पहले से वो चलती आ रही थी। जब Okay. जहाँ से जब पालकी निकलती थी देहू से, तब छत्रपति शिवाजी महाराज को संत तुकाराम महाराज मिले थे। संत तुकाराम महाराज का छत्रपति शिवाजी महाराज ने आशीर्वाद लिया था, और उनको संत तुकाराम महाराज ने बोला था कि आपको हमेशा यश मिलेगा। ഓ, അതായത് നമ്മുടെ അല്ലെ ഛത്രപതി മഹാരാജ്, അദ്ദേഹം അറിയാത്തവരായിട്ട് ആരുമില്ല. ഇദ്ദേഹത്തിന്റെ എന്താ പറയാ കാര്യങ്ങളെല്ലാം ഉപദേശം കേട്ടിരുന്ന ഒരാളായിരുന്നു എന്നും പറയേണ്ട, അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു എന്നും പറയപ്പെടുന്നു. तो ये परंपरा जो है वारी की, जब होता क्या है कि जब एकादशी के दिन पे जब सब वारकरी संप्रदाय वहां पे पंढरपुर में जमा होता है, तो किसी एक बंदे को मतलब वो सिलेक्शन होता है कि उसको मंदिर में विठ्ठल रुक्माई का पूजा करने का मान मिलता है मुख्यमंत्री के साथ। अच्छा. 2014 में ബട്ട് ഈ ഹർ സാൽ മേ ഹോത്താ. हर साल में होता അതായത് ഓരോ വർഷവും ഓരോരുത്തരെയും അവർ സെലക്ട് ചെയ്യും. അത് ചേട്ടാ നമ്മുടെ ശബരിമലയിലെ മേൽശാന്തിയെ പോലെ മേൽശാന്തിയെ പോലെ അത് എല്ലാ വർഷവും തെരഞ്ഞെടുക്കുന്ന പറഞ്ഞു. आप किधर से आ रहे हो? संत गजानन महाराज शेगांव। गाँव से आ रहे हैं. कितना साल से आप जा रहे हो? 45 45 വർഷമായിട്ട് അദ്ദേഹം പൊക്കോണ്ടിരിക്കുകയാണ്. ये जरा गाना गा सकते हो? हाँ हाँ। गाओ. घोडा घोडा वाजती टाळा, घोडा घोडा वाजती टाळा, धन धना नादर साळ, धन धना नादर साळ, वाचे वदा सदा गोपाळ, वाचे वदा सदा गोपाळ, कैसा वासुदेव बोलतोय बोल, कैसा वासुदेव बोलतोय बोल, येती जाती तया पासून, येती जाती तया पासून, अवघेची नाग विलजन, अवघेची नाग विलजन. होता क्या है कि जब एकादशी के दिन पे जब सब वारकरी संप्रदाय वहां पे पंढरपुर में जमा होता है, तो किसी एक बंदे को मतलब वो सिलेक्शन होता है कि उसको मंदिर में विठ्ठल रुक्माई का पूजा करने का मान मिलता है मुख्यमंत्री के साथ. अच्छा. 2014 में ബട്ട് ഈ ഹർ സാൽ മേ ഹോത്താ. हर साल में होता അതായത് ഓരോ വർഷവും ഓരോരുത്തരെയും അവർ സെലക്ട് ചെയ്യും. അത് ചേട്ടാ നമ്മുടെ ശബരിമലയിലെ മേൽശാന്തിയെ പോലെ മേൽശാന്തിയെ പോലെ അത് എല്ലാ വർഷവും തെരഞ്ഞെടുക്കുന്ന പറഞ്ഞു. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് संत तुकाराम महाराज पालकियाने पुറകിൽ വന്നുകൊണ്ടിരിക്കുന്നത്. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला, विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला, विठ्ठल विठ्ठल विठ्ठला हरि ओम विठ्ठला.
पंढरपुर का प्रतिष्ठा विठल, वो विष्णु है, महाविष्णु है। महाविष्णु है। अभी इसके अंदर क्या, जब पुंडलिक भगवान ने बीट हाँ, देखी थी बीट, हाँ। भगवान विष्णु को बोलने के लिए कि बस आप वेट करो जब तक मेरे माँ बाप की सेवा में सही पूरा है, नहीं हाँ, करता हूँ। हाँ। तो उसको इतना टाइम लगा कि बोलते हैं अभी कि 28 युग हो गया है तब से भगवान विष्णु वहां पे खड़े हैं। अच्छा। और वहां पे भगवान विष्णु है तो इसलिए माता रुक्मिणी जो उनकी अर्धांगिनी है वो भी वहां पे आके बैठी है, बसी है। तो रुक्मिणी का साथ में ही है। यस। ഓക്കെ, അങ്ങനെയാണ്. അതായത് പറയുന്നത് ശ്രീകൃഷ്ണനുമുണ്ട് എന്നുള്ളതാണ്. वो श्रीकृष्ण भगवान का भी बोलते हैं, द्वारका से आया वो श्रीकृष्ण भगवान का भी है, Yes. रुक्मिणी का साथ में ही है, ऐसा भी Correct, बोलते हैं. correct. ശരിയാണ്. അങ്ങനെയുണ്ട്. അതായത് ഇതിപ്പോ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണ ഭഗവാനും ഭാര്യ സമേതം രുക്മിണിക്കൊത്തും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനുള്ളത് ഹഡപ്സർ അയ്യപ്പ ദേവി ക്ഷേത്രത്തിലാണ്. അതായത് ഈ ക്ഷേത്രത്തിന് മുമ്പിലൂടെയാണ് ഒരു പാൽക്കി പുറപ്പെടുന്നത് അല്ലെ? ഇതിന് മുമ്പിലൂടെ രണ്ട് പാൽക്കിയിൽ ഒരു പാൽക്കി ഇതിലൂടെയും മറ്റൊരു പാൽക്കി ഷോളാപൂർ ഹൈവേ വഴിയാണ് അല്ലേ? അപ്പൊ അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ശ്രീ രമേശ് പിള്ള. ചേട്ടാ, എത്ര വർഷമായിട്ട് ഈ വാർക്കാരികൾ ഇവിടെ വരുന്നുണ്ട്? ഇത് 2008 നമ്മുടെ ഇവിടെ പ്രതിഷ്ഠ നടക്കുന്നത്. Okay. അതിനുശേഷം എല്ലാ വർഷവും ഇവർ ഇതുവഴി വരുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ആഹാരങ്ങളും കൊടുക്കുന്നു, നമ്മൾ താമസ സൗകര്യം കൊടുക്കും, തലേദിവസം മൂലം എല്ലാം കൊടുക്കും, എല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ശരി. ഏകദേശം എത്ര പോലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവാം? 10,000 പേര് ഇങ്ങനെ വന്നും പോയി ഇരിക്കും. അവർക്കുള്ള ചായയും കാപ്പിയും നാഷ്ടയൊക്കെ ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ. നമ്മൾ മലയാളികളാലും ഇങ്ങനെ പോകാൻ അറിയാമോ? നമ്മുടെ മലയാളികൾ അങ്ങനെ വരാറില്ല. പിന്നെ അവരിവിടെ വരും ഇത് കാണാൻ വേണ്ടി. അവരൊക്കെ ഈ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതൊന്ന് കണ്ടിട്ട് പോകും. അല്ലാതെ ഇതിന്റെ കൂടെ പോകുന്നവരൊക്കെ കുറവാ, മലയാളികളായിട്ടുള്ളവരില്ല. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് അവിടെ വീടിന്റെ അടുത്തുള്ള അടുത്തുള്ള ക്ഷേത്രത്തിൽ എല്ലാവരും വീട് തുറന്നു കൊടുക്കും, ആൾക്കാർക്ക് വേണ്ട എന്നതുപോലെയാണ് ഇവിടെ. അത് കണക്ക് സെയിമാണ്. വീട് ആര് വരുന്നോ അവർക്ക് എന്ത് വേണോ അതെല്ലാം നമ്മുടെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നെ സൊസൈറ്റിയിലെ പാർക്കിംഗ് അല്ലേ, അതുമായിരിക്കും. കാറെല്ലാം മാറ്റി അവർക്ക് താമസിക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ, നമ്മളൊക്കെ അല്ലേ നാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാം തുറന്നിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് മാത്രമല്ല, കേരള അമ്പലം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയുള്ള അമ്പലങ്ങൾ കാണാൻ ഇല്ലല്ലോ പോകുന്ന വഴിക്കൊന്നും. അവർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കൊടിമരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ആൾക്കാർ, എന്താണ് ഈ സംഭവം എന്നൊക്കെ. പിന്നെ എല്ലാവരും പിന്നെ കഥകൾ പറഞ്ഞു കൊടുക്കും, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ആക്ച്വലി അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത് കാർത്തിക് സ്വാമി. അതെ, സ്വാമി അയ്യപ്പനെ വിളിച്ചോണ്ട് പോകുന്നവര് ലാസ്റ്റ് വിളിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ അയ്യപ്പനുണ്ട്, ദേവിയുണ്ട്, നവഗ്രഹമുണ്ട്, നാഗരാജാവുണ്ട്, ഗണപതിയുണ്ട്. ഓക്കെ. നമ്മുടെ പൂജാരിമാരെല്ലാം കേരളത്തിലാണ് ബ്രാഹ്മൺ തന്നെയാണ് ഇവിടെ പൂജ ചെയ്യുന്നതല്ല. കേരളത്തിലെ അതേ തന്നെയാണ് പിന്തുടർന്നു. എല്ലാ വർഷവും ശബരിമലയ്ക്ക് ആൾക്കാർ പോകുന്നുണ്ട്, ഇവിടെ കെട്ടി പോകുന്നുണ്ട്. പക്ഷെ മറാഠികൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ശബരിമല അല്ല, മറാഠികൾ നമ്മുടെ മലയാളിയുടെ കൂടെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, ഇവിടുന്ന് കെട്ടി പോകുന്നുണ്ട്. आप लोग जाते हो इसके साथ में? हाँ। अभी कितना साल से? अभी जा रहे हैं। पहला साल है हम तीनों का, पहला ही साल है। ഇവരുടെ ആദ്യത്തെ വർഷമാണ്. आपका भी? हाँ, पहला। और आपका? नहीं, अभी नहीं, मतलब क्यों? छोड़ने आए हैं। कॉलेज है ना, एकदम स्टार्ट है मेरी। അതായത് ഈ 20-22 ദിവസം ഇവർക്ക് യാത്രയുണ്ട്. ഈ കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് തീർച്ചയായും ഇതിൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഏനാ वो कॉलेज पढ़ने के टाइम उनका छुट्टी मिलना सब मुश्किल है. हाँ, इसीलिए आपको तो उनका आने का बहुत मन है, लेकिन कुछ शेड्यूल उनकी वजह से नहीं आ पा रहे. പോകാൻ ഒരുപാട് താല്പര്യമുണ്ട്. जाने के लिए मन है? हाँ, बहुत ज्यादा। पर नहीं जा सकते ना, एग्जाम भी है, वो भी करना पड़ता है. പോകണമെന്ന് ആഗ്രഹമുണ്ട്, കോളേജിൽ നിന്ന് ലീവും കിട്ടൂല. അവർ आप लोग जा रहे जा रहे हैं ना? कितना साल से चालू? 10 साल से। 10 साल से हम 10 साल। 10 साल. ओके. आप क्या करते हो एक्चुअली? मैं हाउस वाइफ हूँ। और आप? हम भी हाउस वाइफ है। हम क्षेत्री है, खेत में जाते हैं हम. ഒരാൾ കൃഷിക്കാരാണ്, ബാക്കി രണ്ടുപേരും ഹൗസ് വൈഫാണ്. അതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ കോളേജിൽ പഠിക്കുന്ന പാവം കുട്ടിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല എന്നുള്ള. ഏതെങ്കിലും ആ കുട്ടിക്ക് പോകാൻ ഒരു അവസരം ഉണ്ടാകത്ത നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനോട്.
ശരിക്കും ഞാനിവിടെ കാണുമ്പോൾ എനിക്കൊരു ഇതെന്ന് പറഞ്ഞാൽ അത് ഇവരുടെ അതായത് ചുണ്ടുകളിലെ മന്ത്രം ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ ഒരേ ഒരു ലക്ഷ്യം ഒരേ ഒരു മന്ത്രം. ആ പാട്ടെന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വിഠല 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 ഹരിയോ വിഠല. അത് മാത്രമാണ് ഇവിടെ മുഴുകി കേൾക്കുന്നത്. എന്തെങ്കിലും ഇദ്ദേഹം നന്നായിട്ട് പാടുന്ന ഒരാൾ കൂടിയാണ്. അതെങ്കിലും നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് കൂടെ കേൾക്കാം. ഒന്ന് രണ്ടുപേരി. കണ്ണ കമല നയന കർമുകിലുള്ളി ബന്ന മുകുന്ദ മാധവ. കണ്ണ കമല നയന കാർമുകിലുള്ളി ബന്ന മുകുന്ദ മാധവ. കണ്ണനെന്നും അവരണ്ടപകറ്റിയ കുണ്ടലങ്ങൾ അണിയുന്ന മുരാരെ. കണ്ണനെന്നും അവരണ്ടപകറ്റിയ കുണ്ടലങ്ങൾ അണിയുന്ന മുരാരെ. കണ്ണ കമല നയന കാർമുകിലുള്ളി വർണ്ണ മുകുന്ദ മാധവ. പൊതുവെ പറയപ്പെടുന്നത് അതായത് നമ്മുടെ കലശം ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങും മാത്രമേ. ഈ കലശം അനങ്ങിയെങ്കിൽ മാത്രമേ അവിടെ നിന്നും ഈ പാൽക്കി പുറപ്പെടുകയുള്ളൂ. ഇതെല്ലാം ഒരു വിശ്വാസമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ ശബരിമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛനാം പരമശിവൻ കണ്ണു തുറക്കെ ഉച്ചയ്ക്ക് നക്ഷത്രം വാനിൽ ഉദിക്കെ അമ്പലപ്പുഴ കൃഷ്ണനെ സാക്ഷി നിർത്തി സംഘം ചെമ്പരുന്നിലെ കണ്ടപ്പോൾ തുള്ള തുടങ്ങിയെന്നാണ്. ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്തെങ്കിലും വിശ്വാസങ്ങളുമായി നമ്മളും യാത്ര തിരിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതാൻ മറക്കരുത്. thehello.mumbai@gmail.com. Till then, take care and bye-bye. फिर मिलेंगे हम. കണ്ണ കമല നയന കാർമുകിലുള്ളി വന്ന മുകുന്ദ മാധവ. കണ്ണനെന്നും അവരണ്ടപകറ്റിയ കുണ്ടലങ്ങൾ അണിയുന്ന മുരാരെ. കണ്ണനെന്നും അവരണ്ടപകറ്റിയ കുണ്ടലങ്ങൾ അണിയുന്ന മുരാരെ. കണ്ണ കമല നയന. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ. ഹലോ മുംബൈ. Hello Mumbai.